ആപ്പിൾ TV പ്ലസിലൂടെ പുതിയൊരു സൈഫൈ സീരീസ് പുറത്തുവന്നിട്ടുണ്ട്, കോൺസ്റ്റലേഷൻ. ഇതൊരു സൈഫൈ മിസ്റ്ററി സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ജോണർ ഞാൻ കംപ്ലീറ്റ്ലി വിട്ട് പറയുന്നില്ല, എന്താണെന്ന് ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ അറിയാതെ കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഇറ്റ്സ് എ മൈൻഡ് ബെൻഡിങ് സീരീസ് ആൻഡ് ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറച്ച്, അല്ലെങ്കിൽ ആ ഒരു മെയിൻ എലമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് സ്പോയിലർ ആവുന്നൊരു സീരീസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഡെപ്ത് കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ജസ്റ്റ് സർഫസ് ലെവലിൽ പറയാൻ, ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആസ്ട്രോണറ്റ്സ് അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ്, അതിനെ തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. ആൻഡ് പാരലായിട്ട് അറ്റ് ദ സെയിം ടൈം സ്പേസിലും എർത്തിലും ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നായിരിക്കും സീരീസ് ചർച്ച ചെയ്ത് പോവുക. സോ ഇത് പറയുന്ന കാര്യം അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ പ്രധാന പ്ലോട്ട് എന്താണ്, എന്ത് ജോണറിലാണ്, എന്താണ് പ്രധാനമായിട്ട് ഈ സീരീസ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ ആദ്യത്തെ ഒരു 1-2 എപ്പിസോഡ് കാണാൻ നമുക്ക് കിട്ടും. പക്ഷേ അതിലേക്കല്ല ഇതിൻ്റെ പോക്ക്. ഓക്കെ, ഇതാണ് കാര്യം എന്ന് ഏകദേശമൊക്കെ നമുക്ക് പിടികിട്ടുമെങ്കിലും അതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഈവൺ ആ ക്യാരക്ടേഴ്സിൽ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്യാരക്ടർ എന്താണ് ഇവിടെ കണ്ടത്, അതിനുള്ള ഉത്തരം എന്താണത്, എന്ത് തേങ്ങയാണിത് എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായിരിക്കും നമ്മൾ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുക. സോ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ ആ ഒരു മെയിൻ എലമെൻറ്റിൽ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുന്നത്. സോ ഞാൻ ഈ മെയിൻ എലമെൻ്റ് എന്ന് പറയാൻ, ഞാനത് വിട്ട് പറയാത്തത് സ്പോയിലർ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. വിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്, ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് എൻ്റെ എക്സ്പ്ലനേഷൻസ് ചെയ്യാനുണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള പോലെ എനിക്ക് തോന്നി. കാരണം സ്ഥിരം നമ്മൾ കേൾക്കുന്ന ആ ഒരു സാധനമല്ല. ക്വാണ്ടം ഫിസിക്സ് ഒക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ ചർച്ച ചെയ്തു പോകുന്നത്. പക്ഷെ അതിൻ്റെ തന്നെ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ നോൺ ലീനിയറായി ഫ്ലാഷ് ബാക്കിലൂടെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ നറേറ്റീവിലൂടെ ഒക്കെയാണ് അത് കാണിച്ചു പോകുന്നത്. ആൻഡ് ഇതൊക്കെ തന്നെ ഇൻ്റർലിങ്ക് ചെയ്ത് സ്വിച്ച് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നും. കോംപ്ലക്സ് ആയിട്ട് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഒരു ടിപ്പിക്കൽ വേയിലൂടെ അല്ലെങ്കിൽ സ്ഥിരം പോകുന്ന ഒരു ക്ലീഷേ വേയിലൂടെ പോയിരുന്നെങ്കിൽ ഈ സീരീസ് കാണാൻ രസം ഉണ്ടാവില്ല. കാരണം ഇതെങ്ങോട്ടാണ് പോകുന്നത് ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി കിട്ടും. പക്ഷേ ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിൽ തന്നെ ഒരുപാട് മിസ്റ്ററി വെച്ച് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് അല്ലെങ്കിൽ ഫിനോമിന നേരിടുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതായിരിക്കും സീരീസ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. സോ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മെയിൻ തീം അല്ലെങ്കിൽ മെയിൻ ഫിസിക്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിനകത്ത് ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ ഡ്രൈവ് ചെയ്യും എന്നുള്ളത് വളരെ നീറ്റായിട്ട് തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഇങ്ങനത്തെ സാധാരണ സൈഫൈ മിസ്റ്ററി ആ ഒരു രീതിക്കുള്ള ഒരു പ്രോപ്പർ സൈഫൈ സീരീസുകൾക്കൊക്കെ തന്നെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് ക്ലിഫ് ഹാങ്ങേഴ്സും ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒരുപാട് വണ്ടർ സ്ട്രക്ക് വാവ് മൂമെൻറ്റ്സ് ഒക്കെ കൊണ്ട് വയ്ക്കാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല. വളരെ സ്ലോ പേസിലാണ് ഇത് നീങ്ങുക. തുടക്കം മുതൽ അവസാനം വരെ ഒരേ പേസിംഗ് ആണ്. ഒരു പോയിന്റിലും നിങ്ങളെ ഒരു ഹൈ മൊമെൻറ്റിൽ എത്തിക്കുക അല്ലെങ്കിൽ ഒരു പക്കാ ത്രില്ലർ മോഡിലേക്കൊന്നും ഇത് ഒരിക്കലും നീങ്ങുന്നില്ല. സോ അതൊന്നും പ്രതീക്ഷിച്ച് കാണരുത്. വളരെ സ്ലോ പേസ് ആയിട്ട് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു സാധനമാണ് ഇത്. തന്നെ ഞാൻ കണ്ടപ്പോൾ ചില നേരത്തൊക്കെ ചില ഡയലോഗ്സൊക്കെ നമ്മളിപ്പോൾ ഈ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഈസി വാച്ച് നടത്തും, ഭയങ്കര ലേസി ആയിട്ടുള്ള വാച്ച്, വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണും. പക്ഷേ ഇത് അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റില്ല, ശ്രദ്ധിച്ച് തന്നെ ഇരുന്ന് കാണണം. ഇതിൽ 1-2 ഡയലോഗ് ഞാൻ റിപ്പീറ്റ് അടിച്ച് പുറകോട്ടടിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ആ ഡയലോഗ് മിസ്സായി ചിലപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം കിട്ടില്ല. ഈ രീതിക്ക് ഭയങ്കരധികം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ശ്രദ്ധിച്ചിരുന്ന് കാണേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഈ അങ്ങനെ ശ്രദ്ധിച്ചല്ല നമ്മൾ കാണുന്നതെങ്കിൽ ഇത് ഒന്നും തന്നെ മനസ്സിലാവില്ല. അത്ര കോംപ്ലക്സ് ആയിട്ടാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തീരെ പിടിയിട്ടില്ല, ഒരു ബുദ്ധിജീവികൾക്ക് പറ്റിയ സാധനം എന്നൊന്നുമല്ല. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വളരെ മിനിമലായിട്ട് ഇവർ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അധികം ഇൻഡെപ്തിലേക്ക് ഇതിൻ്റെ സയൻസിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതിൻ്റെ കോംപ്ലക്സിറ്റി അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലും നറേറ്റീവിലൊക്കെയാണ്. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെതറി കിടക്കുകയാണ്. സോ ഈ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടില്ലെങ്കിൽ നമുക്ക് പിടിയിട്ടില്ല. ആൻഡ് ഇവരെല്ലാം തന്നെ മികച്ച കാസ്റ്റിംഗ് ഉള്ളത് കൊണ്ട് നല്ല പെർഫോമൻസ് ഒക്കെ കിടലിനായിട്ടുണ്ട്. പോരാത്തതിന് ഈ ഫസ്റ്റ് സീസണിൽ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്തിട്ടില്ല. ഒരുപാട് പ്ലോട്ട് പോയിന്റ്സും പ്ലോട്ട് ഹോൾസൊക്കെ നമുക്ക് അവിടെയൊക്കെ തോന്നും. ഒരുപക്ഷെ ഇനി സെക്കൻഡ് സീസൺ വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും. എങ്കിലും അവിടെ ഇവിടെയൊക്കെ ചില ഫ്ലോസൊക്കെ ഉണ്ട്, ചില സാധനങ്ങളൊക്കെ പറയാതെ വിട്ടുപോയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഇനി റിട്ടേണിങ് സീസൺ ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ സെക്കൻഡ് സീസൺ വരുമ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവും. ആൻഡ് ഹോപ്പ് ഇത് നെറ്റ്ഫ്ലിക്സ് പോലെ അല്ലാത്തത് കൊണ്ട് ആപ്പിൾ TV പ്ലസിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു സെക്കൻഡ് സീസണൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ടാവും. നെറ്റ്ഫ്ലിക്സ് പോലെ ക്യാൻസൽ ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ കണ്ടു തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു സൈഫൈ സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. സ്ഥിരം കാണുന്ന നമ്മൾ ടിപ്പിക്കലി കണ്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു സൈഫൈ ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റിലുള്ള സാധനമല്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുള്ള കുറച്ച് കോംപ്ലക്സ് ആയ
കുറച്ച് ശ്രദ്ധിച്ചിരുന്ന് കാണേണ്ട എന്നാൽ കുറച്ച് രസമുള്ള ഒരു സീരീസ് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരുപക്ഷെ തിരഞ്ഞെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് സൈഫൈ സീരീസുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ, ബാക്കിയുള്ള എല്ലാ നല്ല സൈഫൈ സിനിമകളും സീരീസുകളൊക്കെ കണ്ടു കഴിഞ്ഞവർക്ക് ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം നമുക്ക് ആ പാറ്റേൺ അറിയാം. ആ ഒരു പാറ്റേണിൽ നിന്നും വിട്ടിട്ട് വേറെ എന്തെങ്കിലും കാണണമെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു സ്റ്റാർട്ടേഴ്സിന് പറ്റിയ സാധനമായിട്ട് എനിക്ക് തീരെ തോന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1, 2, 3 എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രാന്താവും. കാരണം അത്ര കോംപ്ലക്സ് ആയിട്ടാണ് ഇതിൻ്റെ നറേറ്റീവ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു സൈഫൈ എലമെൻറ്റും. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആപ്പിൾ TV Plusൽ ഇതിൻ്റെ 8 എപ്പിസോഡുകളുണ്ട്. കുറച്ച് ലാഗ് അടിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ സ്ലോ പേസ് ആണിത്, ലാഗല്ല. സ്ലോ പേസിലൂടെ പോയാലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എസൻസ് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ക്ലിഫ് ഹാങ്ങർ പോലും ഇല്ല. നിങ്ങൾ സാധാരണ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു ഹൈ മൊമെൻറ്റിൽ നമ്മൾ കൊണ്ട് നിർത്തിയിട്ടായിരിക്കും നിർത്തുക. ഇത് അങ്ങനെയല്ല, എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ അറിയുക പോലില്ല. അത്ര ബ്ലെൻഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോകുന്നുണ്ടാവുക. ആൻഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആപ്പിൾ TV ആണ്, പൈസ ഇങ്ങനെ വാരി വെതറും. പക്ഷേ പൈസ മാത്രമല്ല, നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് എന്ന രീതിയിലാണ് ഒരു സാധനങ്ങൾ ഇറക്കുന്നത്. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. സോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.